എല്ലാ പ്രിയപ്പെട്ടവർക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ DDT നിരോധിച്ച വർഷം. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ DDT നിരോധിച്ച വർഷം 1972. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം. ഗ്രാഫൈറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം. ഒന്നുകൂടി. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ DDT നിരോധിച്ച വർഷം 1972. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം ഗ്രാഫൈറ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം. അടുത്തത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ ആണ്. സ്വർണത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ് തെറ്റായ പ്രസ്താവന? കുപ്രം എന്ന ലാറ്റിൻ നാമമുള്ള മൂലകം. ഇതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായ പ്രസ്താവനകൾ നോക്കാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹം, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം, ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം. ഇതൊക്കെ സ്വർണമാണ്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം. ബോയിൽ നിയമം. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതെല്ലാം? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത വിവരം ഏത്? ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന വാതകം. ഇതാണ് തെറ്റായ വിവരം. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന വാതകം. ശരിയായ മറ്റു വിവരങ്ങൾ നോക്കാം. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം, സോഡാ വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ശീതീകാരിയായി ഉപയോഗിക്കുന്ന വകഭേദമാണ് ഡ്രൈ ഐസ്. ഒന്നുകൂടി. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. സ്വർണത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കുപ്രം എന്ന ലാറ്റിൻ നാമമുള്ള മൂലകം. തെറ്റാണ്. ശരിയായ പ്രസ്താവനകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ലോഹം, ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം, ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ബോയിൽ നിയമം. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏതെല്ലാം? കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ. കാർബൺ ഡയോക്സൈഡുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത വിവരമേത്? ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന വാതകം. ശരിയായ വിവരങ്ങൾ: അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം, സോഡാ വാട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം, ശീതീകാരിയായി ഉപയോഗിക്കുന്ന വകഭേദമാണ് ഡ്രൈ ഐസ്. ലവണലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തമുണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത്? ലവണലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തമുണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത്? ക്ലോറൈഡ് ലവണം. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകം ഏത്? നെഗറ്റീവ് ഉൽപ്രേരകം ഏതാണ്? ഫോസ്ഫോറിക് ആസിഡ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ J.J. തോംസൺ. പീരിയോഡിക് ടേബിളിൽ 1-2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? എസ് ബ്ലോക്കിൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? രണ്ടാമത്തെ പീരിയഡ്. ഏതിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്? ഏതിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്? നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. നിക്കലിന്റെ അയിരാണ് ഏത്? പെൻലാൻഡൈറ്റ്. ഒന്നുകൂടി, ലവണലായനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തമുണ്ടാവുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത്? ക്ലോറൈഡ് ലവണം. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകം ഏത്? ഫോസ്ഫോറിക് ആസിഡ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? എസ് ബ്ലോക്കിൽ. താഴെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. ആവർത്തന പട്ടികയിൽ ഏത് പീരിയഡിലാണ് ഓക്സിജന്റെ സ്ഥാനം? രണ്ടാമത്തെ പീരിയഡ്. ഏതിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്? നിക്കലിന്റെ അയിരാണ് പെൻലാൻഡൈറ്റ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.